തയ്യാറാക്കിയിരിക്കുന്നത് പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു ജ്യൂസാണ്. ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടേസ്റ്റുള്ളൊരു ഈസി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണിത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ആ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സായി കിട്ടിക്കോളും, അരഞ്ഞ് കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പച്ചമാങ്ങ ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ ഒരു മാങ്ങയുടെ പുളി ഒന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കൂടുതൽ ഒഴിച്ച് കൊടുക്കണ്ട, നല്ല രീതിയിലൊന്ന് അരഞ്ഞ് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഐസൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ മാത്രം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിലൊന്നങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും ചെറിയ കഷ്ണങ്ങളൊക്കെ കാണും, എന്നാലും ഇതുപോലെ ഒന്നങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അരിച്ചെടുത്തിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനിത് കുറച്ച് പിസ്ത എസൻസ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു ജസ്റ്റ് നല്ലൊരു കളറിന് വേണ്ടിയിട്ടും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടും മാത്രമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ മിൻറ്റ് ലീവ്സ് ഉണ്ടെങ്കിൽ പുതിനയില ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താലും നല്ലതാട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് പിസ്ത എസൻസ് മാത്രമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല രീതിയിൽ നിന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ മാങ്ങയുടെ ചെറിയ കഷ്ണങ്ങളോ അല്ലെങ്കിൽ ഇഞ്ചിയുടെ നാരുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് സെർവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നാരുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുടിക്കുന്ന സമയത്ത് ഒരു ഡിസ്റ്റർബൻസ് ആണല്ലോ, അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നല്ല രീതിയിലൊന്നും അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെറിയ കട്ടകളൊക്കെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമും ഈസി ആയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള മെത്തേഡ് തന്നെയാണിത്. അപ്പോൾ ഈ മാങ്ങ സീസൺ ടൈമിൽ നമ്മൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കിട്ടിലും ടേസ്റ്റുള്ളൊരു ജ്യൂസ് തന്നെയാണിത്. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഞാൻ ഇതിലേക്ക് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ജ്യൂസും നമുക്ക് അതിന് മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ജ്യൂസ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും നല്ല കിടിലൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്